ഈവനിംഗ് ബ്രേക്കിംഗ് സർക്കാരിനെ വിമർശിച്ച് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റപ്പെട്ട പാലക്കാട് സ്വദേശിനി വിനോദിനിയുടെ കുടുംബം സർക്കാർ നൽകിയ 2 ലക്ഷം രൂപ ധനസഹായം കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് തികയില്ല. കൃത്രിമ കൈ പിടിപ്പിക്കാൻ മാത്രം 7 ലക്ഷം രൂപ ചെലവുണ്ട്. സഹായിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വിനോദിനിയുടെ അമ്മ പ്രസീത റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണ് 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. സർക്കാർ പറഞ്ഞാൽ നമുക്ക് പിന്നെ 2 ലക്ഷം പാസ്സാക്കുക, അല്ലാണ്ട് പിന്നെ നമുക്ക് കയ്യിൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ. അവർ പറഞ്ഞതാണ് എല്ലാം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഡമ്മി കൈയാണ് പോയി നമ്മൾ ഹോസ്പിറ്റലിൽ കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു കൈയാണ് നമ്മൾ പറഞ്ഞത്. അതിപ്പോൾ പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ 7 ലക്ഷം രൂപയാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കണമെന്നല്ല, നമുക്ക് ഒന്നിനുമേ നമ്മളുടെ കൂടെ നിൽക്കണില്ല അവർ. അതാണ് നമുക്ക് ഭയങ്കര ഇത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ, ഗുഡ് ഈവനിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട പരാതിയാണ്, അത് പരിഹരിക്കപ്പെടാതെ ഈ പുതുവർഷത്തിൽ നിൽക്കുകയാണോ? സുജയ, ഹാപ്പി ന്യൂ ഇയർ. പക്ഷേ 2025 പാലക്കാട്ടുകാരുടെ ആകെ ഉള്ളുലച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു വിനോദിനി കൈയൊടിഞ്ഞ് അതിന് ചികിത്സയ്ക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട അനുഭവമാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണ് വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നെന്നും ആ കുടുംബം പരാതി ഉയർത്തിയിരുന്നു. ഏതായാലും അതിനെല്ലാം ശേഷം പിന്നീട് ആ 3 ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുകയും വിനോദിനിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ 2 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊണ്ട് തങ്ങൾക്ക് ഒന്നും ആവില്ല എന്നുള്ളതാണ് വിനോദിനിയുടെ കുടുംബം പറയുന്നത്. കാരണം ആ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ആ തുക മതിയാവില്ല. മാത്രമല്ല ആ കുട്ടിക്കൊരു കൈ വെച്ച് പിടിപ്പിക്കാൻ, അതും ചലിക്കുന്ന കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കാൻ തന്നെ സർക്കാർ സഹായിച്ചിട്ടില്ല. സർക്കാർ ആശുപത്രിയിലേക്ക് പോയപ്പോൾ തങ്ങൾക്ക് സാധിക്കില്ല, ഡമ്മി കൈ മാത്രമാണ് വെച്ച് നൽകാൻ കഴിയുക, ചലിക്കാൻ കഴിയുന്ന കൃത്രിമ കൈ വെച്ച് നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയപ്പോൾ 7 ലക്ഷത്തോളം രൂപ വേണ്ടി വരും എന്നുള്ളതാണ് അവർക്ക് കിട്ടിയുള്ള മറുപടി. അത് എവിടെ നിന്ന് കണ്ടെത്തും എന്ന് അറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് വിനോദിനിയുടെ കുടുംബം. കാരണം ആ കുട്ടി ഇപ്പോൾ ഈ കൈയെ മുറിച്ചു മാറ്റപ്പെട്ടതിന് ശേഷം ആളുകളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ചലിക്കുന്നൊരു കൈ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിലേക്ക് പോവാം എന്നുള്ളതാണ്. ജീവിക്കണം. അപ്പോൾ അവൾക്ക് ആവശ്യമായ സഹായം ആ ചികിത്സാ പിഴവിൽ കൂടുതലായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു ഇക്ബാൽ അറക്കൽ.